നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇന്നലെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടിയ ടീമുകൾ നോക്കുകയാണെങ്കിൽ ഒഡീഷ FC മോഹൻ ബഗാൻ സൂപ്പർ ജിയൻസുമായിരുന്നു. ആ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജിയൻസിന് വമ്പൻ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഒഡീഷ FC മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ പോലും ഗോളുകൾ അടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ മോഹൻ ബഗാന് വേണ്ടി ആദ്യ ഗോൾ നേടിയത് തന്നെ ആദ്യ പകുതി ജെയ്സൺ കുമ്മിങ്സ് എന്ന് പറയുന്ന വിദേശ താരമാണ്. അങ്ങനെ 1-0 എന്ന നിലയിൽ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വീണ്ടും സകൽ അബ്ദുൾ സമദിൻ്റെ വക ഒരു ഗോൾ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സകലിൻ്റെ മികച്ച ഒരു ഗോൾ തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും സകൽ അബ്ദുൾ സമദ് 90 മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു ആ ഗോൾ അടിച്ചത് ഇഞ്ചുറി ടൈമിൽ. എന്തായാലും 2-0 എന്ന നിലയിൽ ഇന്നലെ മത്സരം വിജയിച്ച് ഫൈനലിലേക്ക് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജിയൻസ് കടന്നിരിക്കുകയാണ്. എന്തായാലും മലയാളികൾക്ക് അഭിമാനം തന്നെയാണ് സകലിൻ്റെ ഗോളിലൂടെ ഒരു വിജയം കരസ്ഥമാക്കി ഫൈനലിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ FC ഗോവയും മുംബൈ സിറ്റി FCയുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഈ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് സാധ്യത എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചിനെ പറ്റി തന്നെയുള്ള ന്യൂസാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് ഇനി ആരാകുമെന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. അതിനെല്ലാം മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും ജസ്റ്റ് ഒരു ക്ലൂ കിട്ടിയിരിക്കുകയാണ്. സെർജിയോ ലൊബേറ എന്ന് പറയുന്ന ഒഡീഷ FCയുടെ പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാരണം സെർജിയോ ലൊബേറ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കാരോലിസിനെ ഇപ്പോൾ ഫോളോ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറും ഇപ്പോൾ സെർജിയോ ലൊബേറനെ തിരിച്ചും ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഒരു സൂചനയായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സെർജിയോ ലൊബേറ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് ആകുമോ എന്ന് കണ്ടു തന്നെ ഇരിക്കണം. വീഡിയോ നിർത്തുന്നത്.